ഇത് മാസ് മോട്ടോഴ്സ് നമ്മൾ ഹീറോ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട്. ഈ സർവീസ് വണ്ടിയൊക്കെ ഉപയോഗിക്കാം. കാരണം എന്താ വെച്ചാൽ ലൈനർ പീസ് അത്യാവശ്യം ഉണ്ട്. ക്ലീനാക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ചെയിൻ സ്പോക്കറ്റ് ഭാഗമൊക്കെ വരുന്ന സമയത്ത് ചെയിൻ സ്പോക്കറ്റൊക്കെ പുതിയ സ്പോക്കറ്റാണ് കിടക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്. കാരണം ഇത്രയും ലൂസാക്കി ഓടിക്കരുത് കേട്ടോ. കാരണം ഇത്രയും ലൂസാക്കി ഓടുമ്പോൾ ചെയിൻ ഓവർലാപ്പിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉപയോഗിച്ച് തീർക്കണേക്കാളും പെട്ടെന്ന് കംപ്ലയിൻറ്റിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഒരു ചെറിയൊരു അടി കാണുമ്പോഴത്തേക്കും ഒന്ന് കയറ്റി സെറ്റ് ചെയ്തേക്കാം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിലത്തെ ഷോക്ക് ഓപ്സറിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഓയിലേക്ക് ആരംഭമാണ് കേട്ടോ, തുടങ്ങിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലെ ഷോക്ക് ഓപ്സറാണ് കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയാണ്. എന്നാൽ റൈറ്റ് സൈഡിൽ പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുമ്പോൾ രണ്ടും കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് കണ്ടിരിക്കുക. ഇപ്പോൾ മാറ്റണമെന്നില്ല. മീൻസ് ഞാൻ ആ കംപ്ലയിൻ്റ് ഒന്ന് ഇൻഫോം ചെയ്തെന്നുള്ളൂ. അത് നമുക്ക് നോക്കി വെച്ചേക്കാം. കാരണം ഞാൻ ഓടിച്ച് നോക്കുമ്പോഴും ബാക്ക് ഷോക്കിൻ്റെ അവിടെ നിന്ന് അടിയോ അങ്ങനെ സ്കിഡിങ്ങോ അങ്ങനെ വേറെ പ്രോബ്ലംസ് ഒന്നും കാണിക്കണില്ല. എന്നാൽ വലിയ ആരംഭമാണ് താൻ കേട്ടോ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ വലിയ പ്രശ്നമില്ല. അതേപോലെ തന്നെ നമുക്ക് മൈലേജിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. മൈലേജിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും എയർ ഫിൽറ്ററിൻ്റെ ഭാഗം പ്ലഗ് നോക്കുമ്പോൾ പ്ലഗിനകത്ത് കരിയുടെ അളവ് കൂടുതൽ കാണുന്നുണ്ട് പ്ലഗിൻ്റെ ഭാഗത്തേക്ക്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഈ ഹെഡിനകത്ത് കരിയുടെ അളവ് നല്ല രീതിയിലുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30,000 കിലോമീറ്ററൊക്കെയാണ് ഹെഡ് ഡീകാർബണൈസിങ് ചെയ്യേണ്ടത്. നമ്മൾ ഈ എയർ ഫിൽറ്റർ അതേപോലെ ബ്രേക്കൊക്കെ ക്ലീൻ ചെയ്യുന്ന പോലെ എൻജിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട ഒരു വർക്കാണത്. വാൽവിൻ്റെ ആ എഡ്ജിനകത്ത് കരിയുടെ പ്രസൻസ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ പിസ്റ്റൻ്റെ ടോപ്പ് സൈഡിലും. അത് നമ്മൾ പുറമേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് എൻജിൻ ഹെഡിൻ്റെ ഈ ഭാഗം അഴിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പിസ്റ്റൻ്റെ റിങ്സ് മാത്രമായിട്ട് മാറ്റിയിടേണ്ടി വരും. അതേപോലെ വാൽവൊക്കെ ഒന്ന് സീറ്റ് ചെയ്ത് കയറ്റേണ്ടി വരും. വാൽവിന് വല്ല ലീക്കേജോ കാര്യങ്ങളൊക്കെ വേണ്ടി വാൽവ് മാറ്റിയിട്ട് സീറ്റ് ഇടേണ്ടി വരും. അങ്ങനെ 1-2 കേസുകൾ അതൊന്ന് ചെയ്യേണ്ടതായിട്ട് വരും. അത് താമസം വന്നവർക്കാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് നമുക്കിപ്പോൾ ഇതൊന്ന് എയർ ഫിൽറ്ററിൻ്റെ ഭാഗമായി നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് കാർബറേറ്റർ ഒന്നുകൂടി ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. അതിന് ശേഷം മൈലേജ് ഷോട്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് 36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ ശരിക്കും അത് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ മൈലേജും ഷോട്ടും ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുക. കാരണം കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഹെഡ് DC ഒക്കെ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 2,700 നമുക്ക് കോസ്റ്റ് വരാറുണ്ട് വിത്ത് സർവീസ് അടക്കം കേട്ടോ. അപ്പോൾ അത് ചെയ്യണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മൈലേജ് തീരെ ഷോട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് നീട്ടി കൊണ്ടുപോകാമെന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴേലും ചെയ്യേണ്ടി വരും. കാരണം അതിൻ്റെ കാർബൺ കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻ്റ് കാണിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ വണ്ടി ഇടയ്ക്ക് ഓഫായി കഴിഞ്ഞാൽ കിക്കർ പിടിക്കാതെ പോവുക, അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റിലേക്ക്. കിക്കർ പിടിക്കാതെ കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ സ്ലിപ്പിംഗ് അല്ല, കിക്കർ ഒരു ബലക്കുറവോട് കൂടിയിട്ട് താഴേക്ക് പോകുന്നൊരു കംപ്ലയിൻറ്റ്. അതൊക്കെയാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വരാം. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മൈലേജിൻ്റെ ശേഷം ഒന്ന് കറക്റ്റായിട്ട് നോക്കാം. അതിന് ശേഷം കാര്യമായിട്ടുള്ളൊരു പ്രശ്നത്തിലേക്ക് വന്നേക്കാളും മുമ്പ് നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് പോകണമായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ടയറൊക്കെ ഫ്രഷ് ടയറാണ്. ബാക്കിലത്തെ ആയാലും ടയറൊക്കെ ക്ലിയർ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇത് ഇങ്ങനത്തെ ടയർ ചൂസ് ചെയ്യാൻ നല്ല സാധാരണ നൈലോൺ ഗ്രിപ്പ് എടുക്കണോട്ടോ കുറച്ചുകൂടി ബെറ്റർ. അതല്ലെങ്കിൽ കമ്പനി വന്ന മോഡൽ സാപ്പർ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ലത്. സാപ്പർ എന്ന് പറയുമ്പോൾ ഈ ഡിസൈൻ കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് പാഡൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഒരു പകുതിയായിട്ടുണ്ട്, എന്നാലും ഉപയോഗിക്കാനുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഡിസ്ക് ബ്രേക്കിൻ്റെ തന്നെ ഈ ലിവർ പറഞ്ഞ യൂണിറ്റ് ഉണ്ടല്ലോ, അതിന് MC സബ് അസംബ്ലി എന്ന് പറയാം. അതൊരല്പം കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കംപ്ലയിൻറ്റ് കാണിക്കാന്ന് പറഞ്ഞാൽ ഒരല്പം ടൈറ്റ് പോലെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് പരമാവധി ഇപ്പം നമുക്കതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പരമാവധി ഉപയോഗിക്കുക. കാരണം ഇത് അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് ശരിക്കും അലുമിനിയം ബോഡി തന്നെ. അതിൻ്റെ ഉള്ളിലാണ് ഒരു ചെറിയ പിസ്റ്റം പോലെ കിടന്ന് വർക്ക് ചെയ്യുക. അതിനെ റിപ്പയർ കിറ്റാണ്. അത് വർക്ക് ചെയ്യണതിനനുസരിച്ചിട്ട് ഈ ബോട്ടത്തിൽ തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അത് അഴിക്കുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുള്ളൂ എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ളത് സേ. അപ്പോൾ പരമാവധി ഉപയോഗിക്കുക. അങ്ങനെ തേയ്മാനം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ യൂണിറ്റ് മാറ്റേണ്ടി വരും. അപ്പോൾ മാക്സിമം ഓടിക്കുക. അതിന് ശേഷം കംപ്ലയിൻറ്റ് എന്തെങ്കിലും ബ്രേക്ക് കിട്ടാത്ത രീതി കണ്ടീഷൻ വരെയോ ഓയിലേക്കോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്ന സമയത്ത് അത് അയച്ച് ചെയ്താൽ മതി. അതുവരെ തൽക്കാലം കിടന്ന് ഓർത്തേ. പിന്നെ പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ അത്യാവശ്യം കാർബൺ കേസ് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. പിന്നെ നമുക്ക് വണ്ടി നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ക്ലച്ചിൻ്റെ കേബിൾ നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൈയോടെ മാറ്റിയിട്ടേക്കാം. കാരണം എന്താ വെച്ചാൽ ക്ലച്ച് ലോഡായി പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൈയോടെ മാറ്റി കളഞ്ഞേക്കാം. പിന്നെ ഓൾറെഡി ബാറ്ററി 2022 മോഡലാണ് ഇതും ഇരിക്കുന്നത്. ബാറ്ററി കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. നമുക്ക് 2022 ബാറ്ററി എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. നല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ഞാനൊന്ന് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിലവിൽ ഓക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ കണ്ടീഷൻ വേറെ പ്രശ്നമൊന്നുമില്ല. 13 വോൾട്ട് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല വോൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക് കേട്ടോ.
അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ബാക്കിലത്തെ അത് പറഞ്ഞ് ഒടിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാർനസ് പറഞ്ഞിട്ടുണ്ട്. വാട്ടർ സർവീസ് അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞ വർക്ക് കിട്ടാം. പിന്നെ ഒരു ഗ്രിപ്പ് കവർ ഈ സൈഡ് അത്യാവശ്യം ഇത് പൊളിഞ്ഞോടിയുണ്ട്. നമുക്ക് റബ്ബർ ടൈപ്പ് നമുക്ക് വരാം. അതാകുമ്പോൾ പിന്നെ വേറെ കംപ്ലയിൻറ്റ് വരുമൊന്നുമില്ല, ക്ലിയറായിട്ട് കിടന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞു.